പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിന് അല്പസമയത്തിനകം കൊടിയേറും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലും സമീപത്തെ മറ്റ് 3 ക്ഷേത്രങ്ങളുമായാണ് കൊടിയേറ്റ് നടക്കുക. ഐഷത്തുൽ ഷംന ഒരുങ്ങുമ്പോൾ ചെയ്യുന്നു. ഷംന, അതിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയല്ലേ? ഏറ്റവും ഗംഭീരമായി പ്രൗഢമായി തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടില്ലേ ഷംന? ഹാഷ്മി, അത് തന്നെയാണ്. പ്രൗഢഗംഭീരമായി തന്നെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ കൊടിയേറുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അല്പം സമയത്തിനകം തന്നെ കൊടിയേറ്റം നടക്കും. കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഒപ്പം തന്നെ പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലും പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും ഈ കൊടിയേറ്റം നടക്കും. അങ്ങനെ ഈ കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലും ചുറ്റുമുള്ള മറ്റു 3 ക്ഷേത്രത്തിലും ഉൾപ്പെടെ 4 ക്ഷേത്രത്തിലാണ് ഒരേ സമയം കൊടിയേറ്റം നടക്കുക എന്നതാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ 12-ാം തീയതിയാണ് 5ാം തിരുനാൾ സംഗമമുള്ളത്. അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ ഒരു ദിവസമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. അന്ന് അർദ്ധരാത്രി നടക്കുന്ന പല്ലക്ക്, അതൊക്കെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യമായിട്ടാണ് കണക്കാക്കുന്നതും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അതിനായൊക്കെ എത്തിച്ചേർന്നത്. ഇന്നെന്തായാലും പ്രൗഢഗംഭീരമായി തന്നെ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ആഘോഷങ്ങളാണ്. അടുത്ത 9 ദിവസത്തേക്ക് കൽപ്പാത്തിയിൽ ആഘോഷങ്ങളായിരിക്കും. കൽപ്പാത്തിയുടെ തെരുവുകളിൽ മനോഹരമായി അലങ്കരിച്ച അഗ്രഹാരങ്ങളും ഒപ്പമുള്ള ആഘോഷങ്ങളും ഒക്കെ ആയിരിക്കും നടക്കുക. എന്തായാലും ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയുള്ള പ്രമുഖ വേദ പണ്ഡിതന്മാരാണ് എത്തിയിട്ടുള്ളത്. ഇവരുടെ ചതുർവേദ പാരായണവും ഒപ്പം തന്നെ ക്ഷേത്ര ദേവതകൾക്ക് ഉള്ള ജപഹോമങ്ങളും ഒക്കെ നടക്കും. അതിനുശേഷമായി ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ ഈ കൊടിയേറ്റം നടക്കും. അതിനുശേഷമുള്ള ദിവസങ്ങൾ കൽപ്പാത്തിക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും വളരെയധികം പ്രത്യേകതയുള്ളതാണ്. കാരണം നമുക്കറിയാം, കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു ചൊല്ലുപോലും ഉണ്ട്. അത്രയും ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമായാണ് കൽപ്പാത്തിയെയും ഈ ക്ഷേത്രത്തെയും ഒക്കെ ആളുകൾ കാണുന്നത്. 14-ാം തീയതിയാണ് 1ാം തിരുനാൾ, 1ാം രഥോത്സവം നടക്കുന്നത്. അതിനുശേഷം 15-ാം തീയതി, പിന്നീട് 16-ാം തീയതി, ഇങ്ങനെയാണ് രഥോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത്. ഇതിൽ തന്നെ അവിടെ കൊടിയേറ്റ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്ന ചെറിയ ശബ്ദങ്ങളുണ്ട്. എന്തായാലും അവിടെ ഗംഭീരമാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു ആഘോഷ സമാന സാഹചര്യം, ആഘോഷ സമാനമല്ല, ആഘോഷം തന്നെയാണ് ഇനിയുള്ള ബാക്കി 10 നാളുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.